നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടലാക്രമണത്തിൽ കൊല്ലത്ത് വ്യാപക നാശനഷ്ടം. കൊല്ലം മുണ്ടക്കൽ വെടിക്കുന്ന് ഭാഗത്ത് നിരവധി വീടുകൾ കടലെടുത്തു. മയ്യനാട് താന്നിയിൽ കടലേറ്റത്തിൽ തീരദേശ റോഡ് തകർന്നു. അഞ്ചൽ പുനലൂർ റോഡിലെ കലുങ്ക് നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ഏപ്രിൽ 15 മുമ്പായി കലുങ്ക് തുറന്നു നൽകുമെന്ന അധികൃതർ. അഞ്ചൽ ആയൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് കലുങ്ക് നിർമ്മാണം. തെരഞ്ഞെടുപ്പ് സുരക്ഷ. കുന്നത്തൂരിൽ കേന്ദ്രസേനയും പോലീസും റൂട്ട് മാർച്ച് നടത്തി. ചക്കുവള്ളി, സിനിമാപ്പറമ്പ്, കൊച്ചുതെരുവ് ഭാഗങ്ങളിലായിരുന്നു സൈന്യത്തിന്റെ റൂട്ട് മാർച്ച്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തുണ്ടായ കടലാക്രമണത്തിൽ കൊല്ലത്ത് വ്യാപക നാശനഷ്ടം. കാപ്പിൽ മുതൽ അഴീക്കൽ വരെയുള്ള തീരത്ത് കടലേറ്റം വൻ നാശമാണ് വിതച്ചത്. കൊല്ലം മുണ്ടക്കൽ വെടിക്കുന്ന് ഭാഗത്ത് നിരവധി വീടുകൾ കടലെടുത്തു. വീട് ഒഴിച്ച് ബാക്കി എല്ലാ വീടും പോയി. മൊത്തം ഒരേ വീട് പോകുന്തോറും ഞങ്ങൾ നിലവിളിക്കുക. ഒരേ വീട് പോകുന്തോറും ഞങ്ങൾ നിലവിളിക്കുക. ഞങ്ങൾ 2-3 വീടേ ഉള്ളൂ ഞങ്ങളുടെ ഭാഗത്ത് പോയിട്ട്. ബാക്കി എല്ലാ വീടും പോയി. ഒരു മണിക്ക് ഒരു വീട് ഇഷ്ടം പോലെ. ഞങ്ങൾക്ക് പോകാൻ വഴിയില്ല. ഇപ്പൊ ഒരേ വീട് പൊത്തുചാടി ഞാൻ വരുന്നത്. എൻ്റെ കാല് പോലും വയ്യാത്ത, നടക്കാൻ പോലും വയ്യാത്ത. ഇങ്ങനെ ഉറങ്ങിയിട്ടില്ല, ഒരു പോലെ കണ്ണുറങ്ങിയിട്ടില്ല. അത്ര കടൽ കയറി ഞങ്ങൾ വീട്ടിൽ മുറ്റം വരെ വന്നു. കാപ്പിൽ, മുണ്ടക്കൽ, പരവൂർ തെക്കും ഭാഗം, പൊഴിക്കര, മയ്യനാട്, താന്നി, അഴീക്കൽ എന്നിവിടങ്ങളിലാണ് കടലാക്രമണം തുടരുന്നത്. 50 മീറ്ററിലേറെ തീരം കടലെടുത്തു. കൊല്ലം ബീച്ചിന് സമീപം മുണ്ടക്കൽ വെടിക്കുന്ന് ഭാഗത്ത് 5ഓളം വീടുകൾ പൂർണ്ണമായും തകർന്നു. അടുത്തടുത്തുള്ള 25ഓളം വീടുകൾ ഇവിടെ ഭാഗികമായും തകർന്നിട്ടുണ്ട്. മറ്റേതാനും വീടുകൾ ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലുമാണ്. സാറേ, ഇന്നലെ ഒരു രാത്രിയുണ്ട് 5 വീട് പോയി. അവർ ഒരുപാട് കാശ് കൊടുത്ത് വിലയ്ക്ക് മേടിച്ചിട്ട് ആ വീട് പണിഞ്ഞ് ടൈൽസ് എല്ലാം ഇട്ട വീടാണ് ഇന്നലെ രാത്രി കൊണ്ട് പോയത്. ഒരു രാത്രി കൊണ്ടാണ് പോയിരിക്കുന്നത്. ബാക്കിയുള്ള വീടിൻ്റെ അടുത്തൂടെ വെള്ളം കയറി ഇങ്ങനെ നടുക്കൂടെ പോയിരിക്കുക. 2 സൈഡിൽ കൂടെ വെള്ളം കയറി. ഞങ്ങൾക്ക് വീട് സ്ഥലവും വീടുമായിട്ട് വേണം. പിന്നെ പെട്ടെന്ന് അത് തരാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉടനെ മുട്ടിട്ട് തരണം. ഇന്ന് തന്നെ അത് തീരുമാനം എടുക്കണം. സെന്റ് ജോർജ് ചാപ്പലിന്റെ ചുറ്റുമതിലും റോഡും തകർന്നു. ഇതോടെ ഇവിടേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. വെടിക്കുന്ന്, സ്നേഹക്കുന്ന് ഭാഗങ്ങളിൽ 2 അംഗനവാടികൾ തകർന്നു. കടലാക്രമണത്തിൽ മത്സ്യബന്ധന ഉപകരണങ്ങളും വള്ളങ്ങളും നശിച്ചു. വീട് തകർന്നതോടെ തൊട്ടടുത്തുള്ള വീടുകളിൽ ആളുകൾ അഭയം തേടി. കയ്യിൽ കിട്ടിയ സാധനങ്ങൾ റോഡരികിലെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. കൊല്ലം ബീച്ചിലെത്തിയ സന്ദർശകരെ പോലീസും ലൈഫ് ഗാർഡുകളും ചേർന്ന് തടഞ്ഞു. ബീച്ചിലെ കച്ചവടക്കാരെ മറ്റിടങ്ങളിലേക്ക് മാറ്റി. പാപനാശം വരെയുള്ള ഭാഗത്ത് പുലിമുട്ട് നിർമ്മിച്ചതോടെയാണ് സെന്റ് ജോർജ് പള്ളിക്ക് സമീപത്തെ പ്രതിസന്ധി രൂക്ഷമാക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യമേ അവർക്ക് അതിന് പരിഹാരം കാണിച്ചു കൊടുത്തിട്ട് പിന്നെ അതിന്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് മുട്ടുവിട്ട് തരണം. ഇതാണ് ഞങ്ങളുടെ തീരുമാനം. ഗവൺമെന്റിനോട് പറയാനുള്ള ഒരൊറ്റ കാര്യം, മുട്ട ഞങ്ങൾക്ക് ഇട്ട് തന്നേ പറ്റത്തുള്ളൂ. അവരുടെ കാര്യം പരിഗണിക്കണം. 10 ലക്ഷം മേടിച്ചവർക്ക് ഇതുവരെ 10 ലക്ഷം തീർത്തു കൊടുത്തിട്ടില്ല. ആ കാശ് തീർത്തു കൊടുക്കണം. അവരെ ഒഴിപ്പിച്ച് വിടണം. ഞങ്ങൾക്ക് 10 ലക്ഷം ഒന്നും വേണ്ട. പക്ഷേ ഈ വീട് ഇടിഞ്ഞു പോയവരുടെ കാര്യം പുനഃസ്ഥാപിച്ചു കൊടുക്കണം. അതിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ കൂടെ ഞങ്ങളുടെ ഒപ്പം കിടക്കുന്നവരവർ. അവരെ വീടാണ് ഇപ്പോൾ ഇന്നലെ രാത്രി കൊണ്ട് പോയിരിക്കുന്നത്. അവർ ജീവനെ പേടിച്ച് അവർ മാറി അടുത്ത വീട്ടിലോട്ട് പോയിരുന്നു. അവരവിടെ കിടന്നവരുടെ സ്ഥിതി എന്താവും? ഇനി ഇപ്പോൾ ഇലക്ഷൻ ഒന്നും പറഞ്ഞുകൊണ്ട് നിന്നാൽ ഞങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടേ? ഞങ്ങളുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞത് നമ്മൾ കേട്ടിട്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയും കടലാക്രമണവും ഒരു ദിവസം കൂടി തുടരുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കള്ളക്കടൽ എന്ന പ്രതിഭാസമാണ് വ്യാപക രീതിയിലുള്ള കടലാക്രമണത്തിന് കാരണമെന്നാണ് അധികൃത ഭാഷ്യം. അതേസമയം കൊല്ലം ജില്ലയിൽ ക്യാമ്പുകൾ തുറക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ എൻ ദേവിദാസ് അറിയിച്ചു. തീരത്ത് അതീവ ജാഗ്രത പാലിക്കണമെന്നും മത്സ്യബന്ധനയാനങ്ങളും അനുബന്ധ ഉപകരണങ്ങളും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റണമെന്നും കളക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തീരദേശങ്ങളിൽ വ്യാപകമായ കടലാക്രമണം. ചവറയുടെ വിവിധ പ്രദേശങ്ങളിൽ കടൽ കയറി. കരുത്തുറ, പുത്തൻതുറ, പൊന്മന എന്നിവിടങ്ങളിലും കടലാക്രമണമുണ്ടായി. ചവറയുടെ തീരപ്രദേശങ്ങളിൽ ശക്തമായ കടൽ കയറ്റമുണ്ടായി. പുത്തൻതുറ, കോവിൽത്തോട്ടം, 132, പൊന്മന എന്നിവിടങ്ങളിലും കരുത്തുറയിലുമാണ് ശക്തമായ കടൽ കയറ്റമുണ്ടായത്. കടൽഭിത്തിയില്ലാത്തയിടങ്ങളിൽ വെള്ളം കരയിലേക്ക് ഇരച്ചു കയറി. പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടും രൂപം കൊണ്ടു. തീരപ്രദേശത്ത് വ്യാപകമായ രീതിയിലാണ് കടലാക്രമണം ഉണ്ടായത്. കടലാക്രമണം കണക്കിലെടുത്ത് തീരദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കേരള തീരത്ത് ഉയർന്ന തിരമാലയും കടലാക്രമണവും ഒരു ദിവസം കൂടി തുടരുമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കാലവർഷമില്ലാത്ത സമയത്തുണ്ടാകുന്ന തെക്കൻ കടൽ എന്ന കള്ളക്കടൽ പ്രതിഭാസമാണിതെന്ന് കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന വൻ തിരമാലകൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടിയാണ് കേരള തീരത്തേക്ക് എത്തുക. ന്യൂസ് ബ്യൂറോ, ചവറ.
മയ്യനാട് താന്നിയിലുണ്ടായ കടലേറ്റത്തിൽ തീരദേശ റോഡ് തകർന്നു. കായലിലേക്ക് കടൽ വെള്ളം ഇരച്ചു കയറി. കടൽ കയറ്റത്തെ തുടർന്ന് തീരദേശ റോഡ് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. കടൽ കയറ്റത്തെ തുടർന്ന് തീരദേശ റോഡ് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. പൊഴി മുറിഞ്ഞതായും റിപ്പോർട്ടുണ്ട്. ഇരവിപുരം പോലീസ് ജനങ്ങൾക്ക് സദാ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. തീരദേശ റോഡിൽ കടൽവെള്ളം കെട്ടിക്കിടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. കരുനാഗപ്പള്ളിയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ലൈൻ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഇഫ്താർ ഒരുക്കിയത്. മാനവിക ഇഫ്താർ സംഗമ യോഗത്തിന് പ്രസിഡന്റ് ഷിഹാൻ ബക്ഷി അധ്യക്ഷനായിരുന്നു. കരുനാഗപ്പള്ളി ടൗൺ ജുമാ മസ്ജിദ് ഇമാം ഷാഹിദ് മൗലവി ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്ത് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുള്ള സംഘടനകളെക്കാളും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സംഘടനയാണെന്ന് ഇത്തരത്തിലുള്ള ഈ ഒരു സദസ്സിലൂടെ ഇതിൻ്റെ സ്വാഗത പ്രാസംഗികനും ഉദ്ഘാടകനും ഇതിൻ്റെ അധ്യക്ഷ പ്രസംഗികനും ഒക്കെ പറഞ്ഞതുപോലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സംഘടന തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ റമദാൻ മാസത്തിലെ ഇഫ്താർ സംഗമവും കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായ ഓണത്തിൻ്റെ സന്ദർഭത്തിലുള്ള ഓണസദ്യയും മറ്റ് കലാപരിപാടികളും ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അന്നേരത്തേക്കുള്ള സദസ്സുകളുമൊക്കെ എത്ര സൗഹൃദപരമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതാണ് നമ്മുടെ രാജ്യത്ത്. ബെന്യാമിന്റെ ആടുജീവിതം നോവലിലെ ജീവിതനായകൻ നജീബ് മുഖ്യാതിഥിയായിരുന്നു. ആദ്യമായിട്ട് ഞാൻ 5 റിയാൽ കാണുന്ന ഈ ഇദ്ദേഹം തന്ന റിയാലാണ്. ഇത്ര അവിടെ ജോലി ചെയ്തിട്ട് കണ്ട ആദ്യമായിട്ട് കാണും 5 റിയാൽ. അങ്ങനെ കയറി അവിടെ ഇരുന്നോളാൻ പറഞ്ഞാൽ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതുപോലെ റിയാദ് ബെത്ത് എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി കയറ്റി ഓടിച്ച് ഒരുപാട് നേരം എടുക്കണം, പോയി ഒരുപാട് ഓടണം വണ്ടി. അപ്പം ചെക്ക് പോസ്റ്റൊക്കെ കഴിച്ചു പറഞ്ഞു. എന്നിട്ട് അവിടെ താന്നിരുന്നോളാൻ പറഞ്ഞു. താന്നിരുന്ന് ഞാൻ അവിടെ ചെന്ന് റിയാദ് ബെത്തെ ചെന്നിറങ്ങുമ്പോൾ ഒരു വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച ദിവസമൊന്നും എനിക്കറിയില്ല. പിന്നെ അവിടെ കാപ്പി കുടിച്ച് വന്നപ്പോഴാണ് ഈ വ്യാഴാഴ്ചയാണ്. ഒത്തിരി ലക്ഷക്കണക്കിന് ആൾക്കാർ ആ കാമ്പൗണ്ട് നിൽക്കുവാണ്. ഒരു മണ്ണിന് മുന്നേടാൻ സ്ഥലമില്ല അവിടെ. അത്രയും ആൾക്കാർ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴുടനെ ഒരു ഹോട്ടലുകാരൻ എന്നെ വിളിച്ച് കയറ്റി അന്നേരം ഭക്ഷണം തന്നെ. ആദ്യമായിട്ട് അന്നേരം ഭക്ഷണം, നല്ല ഭക്ഷണം ഞാൻ കഴിക്കുന്നത്. അങ്ങനെ പിന്നെ പെട്ടെന്ന് എൻ്റെ ബന്ധുക്കളെ ആ ഹോട്ടലുകാരൻ തന്നെ ഒരു കാറ് വിളിച്ച് അയാൾ തന്നെ പൈസയും കൊടുത്ത് ബന്ധുക്കളെടുത്തൊരു പെട്ടെന്ന് അയച്ച് പെട്ടെന്ന് പിന്നെ മുടിയെല്ലാം വെട്ടി അതൊക്കെ വളരെ ആപ്പാടി വീർത്തരൂപമായിട്ടിരിക്കുകയായിരുന്നു. കാലൊക്കെ പൊട്ടി തന്നെ ഓടിയിട്ട്. പിന്നെ അങ്ങനെ 9 ദിവസം ജയിലിൽ കിടന്നിട്ടാണ് ഞാൻ. ജയിലിൽ നല്ല അടിപൊളി ജീവിതമായിരുന്നു. കാരണം നമ്മൾ എല്ലാം കുറ്റമൊന്നും പറയാൻ പാടില്ലല്ലോ. 9 ദിവസം നല്ല ജയിലിൽ കിടന്ന നല്ല അടിപൊളിയായ ജീവിതം. പിന്നെ ജയിലിൽ നിന്ന് പോകാനും തോന്നില്ല. സെക്രട്ടറി സഫീർ ഖാൻ സ്വാഗതവും ജഗദീശ്വരൻ പിള്ള നന്ദിയും പറഞ്ഞു. കാർമൽ സ്നേഹനിലയം ഓൾഡ് ഏജ് മാനേജിംഗ് ഡയറക്ടർ മനോജ് എം കോശി വൈദ്യൻ ഇഫ്താർ സന്ദേശം നൽകി. UMC സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിജാം ബഷി, UMC നേതാക്കളായ മുരളീധരൻ, വിജയൻ, റൂഷ പി കുമാർ, കരുനാഗപ്പള്ളി മുൻ മുനിസിപ്പൽ ചെയർമാൻ M അൻസർ, സബ് ഇൻസ്പെക്ടർ ഉത്തരക്കുട്ടൻ, അൽമ രക്ഷാധികാരി കബീർ, വിജയൻ തുപ്പാശ്ശേരിൽ, നാസർ പോച്ചയിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഇഫ്താർ സ്നേഹസംഗമവും സമൂഹ നോമ്പുതുറയും നടത്തി. കറ്റാനം മഹല്ല് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കറ്റാനം മഹല്ല് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇഫ്താർ സംഗമം ഒരുക്കിയത്. ഇതോടനുബന്ധിച്ച് സമൂഹ നോമ്പുതുറയും നടത്തി. മങ്ങാരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ വിവിധ സാമുദായിക, രാഷ്ട്രീയ, സാംസ്കാരിക നേതാക്കൾ ഉൾപ്പെടെ 1000-ലധികം പേർ പങ്കെടുത്തു. ഇഫ്താർ 2024 സ്നേഹ സംഗമമാണ് ഇന്ന് അറഫ പാലസ് ഓഡിറ്റോറിയത്തിൽ മങ്ങാരത്ത് വെച്ച് നടക്കുന്നത്. ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന സകല അനീതികൾക്കും അസമത്വത്തിനുമെതിരെ ഉള്ള ഒരു സ്നേഹ സംഗമം കൂടിയാണ് പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ കറ്റാനം മഹല്ല് സംരക്ഷണ സമിതി ആദ്യമായി നമ്മുടെ ഈ പ്രദേശത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ നാട്ടിലെ എല്ലാ കുടുംബങ്ങളിൽ നിന്നുമുള്ള സ്ത്രീ, പുരുഷ, കുട്ടികളടക്കമുള്ള എല്ലാ വിഭാഗം ആൾക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ഇഫ്താർ സ്നേഹ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുമെല്ലാം ഉള്ള ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്. അതായത് ഏതെങ്കിലും ഒരു സമുദായം മാത്രം പ്രതികരിക്കുകയല്ല, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചൊന്നായി ചേരുമ്പോഴാണ് അതിനൊരു കൂട്ടായ്മ ഉണ്ടാകുന്നത്. ഇലിപ്പിക്കുളം പ്രദേശത്തെ മതസൗഹാർദ്ദവും സാഹോദര്യവും വിളിച്ചോതുന്നതായിരുന്നു ചടങ്ങ്. ന്യൂസ് ബ്യൂറോ, കറ്റാനം. അഞ്ചൽ പുനലൂർ റോഡിലെ കലുങ്ക് നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ഏപ്രിൽ 15-ന് മുമ്പായി കലുങ്ക് തുറന്നു നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. അഞ്ചൽ ആയൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് കലുങ്ക് നിർമ്മാണം നടത്തുന്നത്. അഞ്ചൽ ആയൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അഞ്ചൽ പുനലൂർ റോഡിലെ കലുങ്ക് നിർമ്മാണം മാർച്ച് 9-ന് ആരംഭിച്ചത്.
പൂർണ്ണമായും ഗതാഗതം അടച്ചായിരുന്നു കലുങ്ക് നിർമ്മാണം തുടങ്ങിയത്. 1 മാസത്തിനകം കലുങ്കുപണി പൂർത്തിയാക്കി നൽകുമെന്ന് പറഞ്ഞായിരുന്നു കലുങ്കിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഇതോടെ പ്രദേശത്തെ വ്യാപാരികൾ കച്ചവടം ഇല്ലാതെ ദുരിതത്തിലായി. കലുങ്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുത്താലേ വ്യാപാരികൾക്ക് കച്ചവടം നടത്താനാകൂ എന്ന സ്ഥിതി വന്നു. വ്യാപാരത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഞങ്ങളൊരു 3-4 പേര് ഇപ്പൊ പട്ടിണിയായി. അങ്ങനെ കച്ചവടമില്ല, ആള് വരുന്നില്ല. ഈ റോഡ് ഓപ്പൺ ആക്കുന്നവരെ ഞങ്ങളുടെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. ഓപ്പൺ ആക്കിയാൽ റെഡിയാവും, പക്ഷെ ഓപ്പൺ ആക്കുന്നവരെ നമുക്ക് ഒരു വലിയ ബുദ്ധിമുട്ടായിരിക്കുക. ആരും ഇവര് റോഡുണ്ടെങ്കിലേ ആള് വരും, കച്ചവടം നടക്കണമെങ്കിൽ. അതുകൊണ്ട് ആ കാര്യത്തിലാണ് വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ട് കച്ചവടം വളരെ കുറച്ചിരിക്കുകയാണ്. ഏപ്രിൽ 15-നകം കലുങ്കിന്റെ അവശേഷിക്കുന്ന പണികൾ പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുമെന്നും ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി ഈസ്റ്റ് മേഖലാ കമ്മിറ്റി അനുസ്മരണം സംഘടിപ്പിച്ചു. ഇതോടൊപ്പം ഇഫ്താർ വിരുന്നുമൊരുക്കി. ഓച്ചിറ പുതുപ്പള്ളിയിൽ സംഘടിപ്പിച്ച പരിപാടിയോടനുബന്ധിച്ച് ID കാർഡ് വിതരണവും നടത്തി. ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി ഈസ്റ്റ് മേഖലയുടെ നേതൃത്വത്തിലാണ് സ്ഥാപക പ്രസിഡന്റ് ജോസഫ് ചെറിയാൻ അനുസ്മരണവും ID കാർഡ് വിതരണവും ഇഫ്താർ വിരുന്നും ഒരുക്കിയത്. ഓച്ചിറ പുതുപ്പള്ളിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജോസഫ് ചെറിയാൻ അനുസ്മരണ ഉദ്ഘാടനം മുൻ സംസ്ഥാന പ്രസിഡന്റ് B. രവീന്ദ്രൻ നിർവഹിച്ചു. AKPA മുൻ സംസ്ഥാന സെക്രട്ടറി K. അശോകൻ അനുസ്മരണ പ്രഭാഷണം, ജോസഫ് ചെറിയാനും ID കാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം ഛായാഗ്രാഹകൻ KP നമ്പ്യാതിരിയും നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് ഉദയൻ കാർത്തിക അധ്യക്ഷത വഹിച്ചു. മേഖലാ PRO നിസാർ ആവണി അനുശോചനവും മേഖലാ സെക്രട്ടറി V. ഉണ്ണികൃഷ്ണൻ സ്വാഗതവും പറഞ്ഞു. രാജശേഖരൻ നായർ, മുരളി അനുപമ, ചന്ദ്രബാബു, സനോജ്, സോമൻ റെയിൻബോ, റിജി പ്രയാർ, സഞ്ജിത്ത, സുനിൽ ക്ലിയർ തുടങ്ങിയവർ പങ്കെടുത്തു. പഠന ക്ലാസിന് സുരേന്ദ്രൻ വള്ളിക്കാവ് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കേന്ദ്രസേനയും പോലീസും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി. കുന്നത്തൂരിലും സമീപ പ്രദേശങ്ങളിലുമായിരുന്നു മാർച്ച് നടത്തിയത്. കുന്നത്തൂർ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ കേന്ദ്രസേനയും പോലീസും ചേർന്ന് റൂട്ട് മാർച്ച് നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സുരക്ഷയൊരുക്കുന്നതിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ റൂട്ട് മാർച്ച് നടത്തുന്നത്. ചക്കുവള്ളി, സിനിമാപ്പറമ്പ്, കൊച്ചുതെരുവ് ജംഗ്ഷൻ കേന്ദ്രീകരിച്ചായിരുന്നു റൂട്ട് മാർച്ച്. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. PR കർമ്മചന്ദ്രൻ അനുസ്മരണം തഴവയിൽ നടത്തി. PR കർമ്മചന്ദ്രൻ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത്. യുവകലാ സാഹിതി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന PR കർമ്മചന്ദ്രൻ അനുസ്മരണം തഴവയിൽ നടത്തി. PR കർമ്മചന്ദ്രൻ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. യുവകലാ സാഹിതി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ മുരളീകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങനെ യുവകലാ സാഹിതിയുടെ സമ്മേളനം എന്ന് പറയുന്നത് കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തിന്റെ ഒരു പരിച്ഛേദമായി. ആ ഒരു സമ്മേളനത്തിലാണ് കർമ്മേന്ദ്ര സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നു ഇവിടെ കൊല്ലം ജില്ലയിൽ ഒരു സമ്മേളനം നടന്നപ്പോൾ സാർ ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ഞാൻ വന്നൊരു പ്രതിനിധിയായിട്ട് പങ്കെടുത്തു. ഞാൻ യുവകലാ സാഹിതിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്ന ആ സമയമാകുമ്പോഴേക്കും സാറ് പിന്നെ ആ രംഗത്ത് നിന്ന് മാറി അദ്ദേഹം കൊല്ലം ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം പിന്നെ സാറുമായി ബന്ധപ്പെടാൻ പറ്റിയില്ല. അങ്ങനെ അടുത്ത പരിചയമില്ല, പക്ഷെ കണ്ടിട്ടുണ്ട്. ഗ്രന്ഥശാല പ്രസിഡന്റ് P. സുഗതൻപിള്ള അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KC ഉണ്ണി സ്വാഗതം പറഞ്ഞു. KNG നമ്പൂതിരി, ചവറ KS പിള്ള, PR വസന്തൻ, S. ശ്രീലത, S. കൃഷ്ണകുമാർ, B. സരസ്വതിയമ്മ, A. വത്സകുമാർ, വാസുദേവൻ അങ്കിത് തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. ന്യൂസ് ബ്യൂറോ, തഴവ. കരുനാഗപ്പള്ളി പണ്ടാരത്തുരുത്ത് മൂക്കുമ്പുഴ ദേവി ക്ഷേത്രത്തിൽ ഉദയാസ്തമന സമൂഹ ഭാഗവത പാരായണ യജ്ഞം നടത്തി. കൊടുങ്ങല്ലൂർ മേൽശാന്തി ത്രിവിക്രമാടികൾ ഉദ്ഘാടനം ചെയ്തു. കരുനാഗപ്പള്ളി പണ്ടാരത്തുരുത്ത് മൂക്കുമ്പുഴ ദേവി ക്ഷേത്രത്തിലാണ് ഉദയാസ്തമന സമൂഹ ഭാഗവത പാരായണ യജ്ഞം നടത്തിയത്. ഗുരുവായൂർ പരബ്രഹ്മ സമൂഹ പുരാണ പാരായണ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു യജ്ഞം സംഘടിപ്പിച്ചത്. കൊടുങ്ങല്ലൂർ മേൽശാന്തി ത്രിവിക്രമ അടികൾ ഭദ്രദീപം തെളിച്ച് യജ്ഞം ഉദ്ഘാടനം ചെയ്തു. സാക്ഷാൽ ജഗദംബിക, ലോകാംബിക തന്നെയാണ് കൊടുങ്ങല്ലൂർ വിചാരിക്കുന്നത്. അതും തന്ത്രശാസ്ത്രത്തിലൊക്കെ അത്യപൂർവമായിട്ട് പ്രതിപാദിക്കപ്പെടുന്ന രുചിത്വ വിധാനം എന്നുള്ള ഒരു ക്രമത്തിലുള്ളതാണ് അവിടുത്തെ ക്ഷേത്ര പ്രാകാരങ്ങളും പ്രതിഷ്ഠകളുമൊക്കെ. ഇവിടെയെല്ലാം അതായത് ആദ്യം കേരളത്തിന് ദുർഭൂതങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനായിട്ട് പരശുരാമൻ 4 ദിക്കുകളിലായിട്ട് 4 അംബികാ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. അവിടെ ശ്രീചക്രമാമയൊരു പ്രതിഷ്ഠ നടത്തി എന്നുള്ളതൊക്കെയാണ് ഐതിഹ്യം. മുമ്പ് നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് താഴ്ന്ന ക്ലാസ്സുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. കന്യാകുമാരി മുതൽ ഗോകർണം വരെ എന്നുള്ള
ഒരു ഇതിലായിരുന്നു. രാവിലെ വിവിധ പൂജകൾക്കും ഭഗവതി സേവയ്ക്കും ശേഷമാണ് ഉദയാസ്തമന സമൂഹ ഭാഗവത പാരായണ യജ്ഞം നടത്തിയത്. മൂക്കുമ്പുഴ വനിതാ കൂട്ടായ്മയാണ് യജ്ഞം സമർപ്പിച്ചത്. തുടർന്ന് അന്നദാനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. താമരക്കുളം നെടിയാണിക്കൽ ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ഉത്സവത്തിന് എഴുന്നള്ളിക്കാനുള്ള നന്ദികേശ ശിരസ് ഘോഷയാത്രയും ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തി. താമരക്കുളം നെടിയാണിക്കൽ ദേവീക്ഷേത്രത്തിൽ അശ്വതി മഹോത്സവത്തിന് കൊടിയേറി. തന്ത്രി താഴമൺ മഠം കണ്ഠരര് രാജീവരരുടെ പ്രതിനിധി ദേവനാരായണനായിരുന്നു കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചത്. വിവിധ കരകളിൽ നിന്നും ഉത്സവത്തിന് എഴുന്നള്ളിക്കാനുള്ള നന്ദികേശ ശിരസ് ഘോഷയാത്രകളും ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തി. ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് മഹേഷ് മലരിമേൽ, സെക്രട്ടറി ബി സുഭാഷ്, ശ്രീജേഷ് കുമാർ, ദാസൻപിള്ള, എസ് അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. സ്നേഹഹസ്തം സൗഹൃദ കൂട്ടായ്മ ശാസ്താംകോട്ടയിൽ ഇഫ്താർ വിരുന്നൊരുക്കി. വിവിധ മേഖലകളിലുള്ള നൂറുകണക്കിന് പേർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു. ശാസ്താംകോട്ട പ്ലാമൂട്ടിൽ സ്നേഹഹസ്തം സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഇഫ്താർ വിരുന്നൊരുക്കിയത്. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, മതമേഖലയിലുള്ളവരും വിവിധ വകുപ്പ് മേധാവികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തത്. സംഘടനാ രക്ഷാധികാരി NC സുഗു, പ്രസിഡന്റ് ജേക്കബ് വൈദ്യൻ, വൈസ് പ്രസിഡന്റുമാരായ സുരേഷ് നിർമാല്യം, ശ്രീകല ബാലേന്ദ്രൻ, സെക്രട്ടറി ബിജു ചിത്രാമ്പരി, ഹുസൈൻ കുറ്റിക്കാടൻ, അഖിൽനാഥ് ഐക്കര, അജയൻ മഴമേഘം തുടങ്ങിയവർ പങ്കെടുത്തു. സമൂഹത്തിലെ സാധാരണപ്പെട്ട ജനങ്ങളുടെ അവസ്ഥകളും എല്ലാം കണ്ടുകൊണ്ട് അവരുടെ വിവാഹത്തിനായാലും മറ്റ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് കിടപ്പ് രോഗികൾ, അല്ലാതെ വീട് വെക്കാനുള്ള സഹായം, അങ്ങനെ നിരവധി സഹായങ്ങൾ ഞങ്ങളുടെ സംഘടനയുള്ള കുറച്ച് അംഗങ്ങൾക്ക് അവരെ കൊണ്ട് ഒക്കുന്ന തുകകൾ സഹായിച്ചാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രേഷ്ഠമായ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച സ്നേഹഹസ്തം കൂട്ടായ്മ, നമുക്കറിയാം ഇന്ത്യയിൽ 1-ാം മാസം ഏറെ മനോഹരമായ സമാധാനത്തിൻ്റെയും ഒരുപാട് സന്ദേശങ്ങൾ ദേശത്ത് നൽകുന്ന ഒട്ടനവധി മാറ്റങ്ങളാണ് മനുഷ്യൻ ഇന്ന കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത്. മാറ്റങ്ങളെന്ന് പറയുമ്പോൾ ഇന്ന് ഈ കാലഘട്ടം വളരെ ഏറ്റവും കൂടുതൽ പ്രയാസകരമായ ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോഴാണ് ഈ സൗഹൃദ കൂട്ടായ്മയുടെ ഈ ഒരു നല്ല സന്ദേശം ഇവിടെ നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. കടലാക്രമണത്തിൽ കൊല്ലത്ത് വ്യാപക നാശനഷ്ടം. കൊല്ലം മുണ്ടക്കൽ വെടിക്കുന്ന് ഭാഗത്ത് നിരവധി വീടുകൾ കടലെടുത്തു. മയ്യനാട് താന്നിയിൽ കടലേറ്റത്തിൽ തീരദേശ റോഡ് തകർന്നു. അഞ്ചൽ പുനലൂർ റോഡിലെ കലുങ്ക് നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ഏപ്രിൽ 15-ന് മുമ്പായി കലുങ്ക് തുറന്നു നൽകുമെന്ന അധികൃതർ. അഞ്ചൽ ആയൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് കലുങ്ക് നിർമ്മാണം. തെരഞ്ഞെടുപ്പ് സുരക്ഷ. കുന്നത്തൂരിൽ കേന്ദ്രസേനയും പോലീസും റൂട്ട് മാർച്ച് നടത്തി. ചക്കുവള്ളി, സിനിമാപ്പറമ്പ്, കൊച്ചുതെരുവ് ഭാഗങ്ങളിലായിരുന്നു സൈന്യത്തിന്റെ റൂട്ട് മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.